യുക്രൈനിൽ റഷ്യ ആക്രമണങ്ങൾ തുടർന്നപ്പോൾ ഫുട്ബോളിൽ നിന്ന് വിലക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് യുഎഫ്എയോട് അംഗരാജ്യങ്ങൾ ഇസ്രായേലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പലസ്തീനിൽ ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷമായി വംശഹത്യ നടത്തുകയാണെന്ന് അംഗരാജ്യങ്ങൾ യുഎഫ്എയെ ഓർമ്മപ്പെടുത്തി. അംഗരാജ്യങ്ങളുടെ ആവശ്യം 20 പേർ അടങ്ങുന്ന യുഎഫ്എയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചേക്കും എന്നാണ് സൂചന. വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നടത്താനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. ഇസ്രായേൽ ദേശീയ ടീമിനെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്ന് വിലക്കണമെന്നാണ് യുഎഫ്എയുടെ മുന്നിലേക്കെത്തിയ പ്രധാന ആവശ്യം. കൂടാതെ യൂറോപ്പ ലീഗിൽ കളിക്കുന്ന മക്കബി ടെൽ അവിവിനെ പുറത്താക്കണമെന്നും അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഇടവേള വരുന്നതിന് മുന്നോടിയായി തന്നെ വിലക്ക് ഏർപ്പെടുത്തണമെന്നും അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഫിഫയോടും യുഎഫ്എയോടും ഇസ്രായേലിനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തുർക്കി രംഗത്തെത്തി. എറിക് കന്റോണ അടക്കമുള്ള മുൻ താരങ്ങളും ഇതേ നിലപാടിലാണ്. അതേസമയം ഇസ്രായേലിനൊപ്പം നിൽക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇസ്രായേൽ ദേശീയ ടീമിനെ മാറ്റി നിർത്താനുള്ള തീരുമാനങ്ങളെ ചെറുക്കുമെന്ന് അമേരിക്കയുടെ വക്താവ് പറഞ്ഞു. അടുത്ത ലോകകപ്പ് അമേരിക്കയിൽ നടക്കുന്നതുകൊണ്ട് ഇസ്രായേലിനെതിരെ കടുത്ത നടപടി ഫിഫ സ്വീകരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.